ഇന്ന് വലിയ ചെറിയൊരു നോമ്പ് പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ സൈദിക്കിന് നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തറവാട്ടിൽ അമ്മായും 3 പിള്ളേർ മാത്രമേ ഉള്ളൂ. മാമ ഗൾഫിലാണ്. അപ്പോൾ മൊത്തത്തിലൊരു 5 പേര്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ നോമ്പ് തുറന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുമ്പോൾ നമുക്ക് കടയിലെ പറ്റൊക്കെ തീർക്കണം. നമുക്കിവിടെ മൊത്തം 3 കടയിൽ പറ്റുണ്ട്. മാസം അവസാനം കണക്കൊക്കെ ക്ലോസ് ചെയ്യണത്. ഈ മാസത്തെ കണക്ക് തീർത്തിട്ട് വേണം നമുക്ക് നോമ്പറയ്ക്കുള്ള സാധനം മേടിക്കാൻ. എല്ലാ കടയിലും കണക്ക് കൂട്ടിയൊക്കെയായിരുന്നു രാവിലത്തെ ടാസ്ക്. ഇനി ATM പോയി പൈസ എടുത്തിട്ട് വേണം കണക്കൊക്കെ തീർക്കാൻ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നേരെ കടയിലേക്ക് പോയി. ആദ്യം തന്നെ കോഴിക്കടയിലേക്കാട്ടോ പോയത്. അവിടെ കോഴി പറഞ്ഞു വെച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ വിചാരിച്ചു. കഴിഞ്ഞ ദിവസം 1 മണിക്കൂർ അവിടെ പോസ്റ്റ് ആയിട്ടിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാക്കി പണിയൊക്കെ തീരുമ്പോഴത്തേനും കോഴി എടുത്ത് വെച്ചോളൂ. അങ്ങനെ കോഴിയൊക്കെ പറഞ്ഞു വെച്ചിട്ട് പൈസ എടുക്കാൻ വേണ്ടി നേരെ ATMിലേക്ക് പോയി. ATMിൽ ചെന്നപ്പോൾ ശരിക്കുള്ള ടെസ്റ്റ്. ഇവിടുത്തെ ATMിൽ പൈസ ഇല്ല. പക്ഷേ പേടിക്കാനില്ല. നമുക്ക് അമ്മായിനെ കൊണ്ടൊന്ന് പഞ്ചായത്ത് വരെ പോകാണ്ട്. അമ്മായി രാവിലെ പറഞ്ഞ് ഏൽപ്പിച്ചതാ. അപ്പോൾ ആ പോണ വഴിക്ക് പഴക്കാപ്പള്ളിയിൽ ATM ഉണ്ട്. അവിടുന്ന് പൈസ എടുക്കാലോ. അങ്ങനെ അമ്മായിനെ കൊണ്ടുപോയി പഞ്ചായത്തിൽ വിട്ടു. നമ്മൾ നേരെ പൈസ എടുക്കാൻ വേണ്ടി ATMിലേക്ക് പോയി. നമ്മൾ സ്ഥിരമായിട്ട് പൈസ എടുക്കുന്ന ATM ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അത് കൂട്ടിയിട്ടേക്കുക. പിന്നെ വേറൊരു ATMിൽ പോയി പൈസ എടുത്ത്. അമ്മായി പോയ കാര്യം നടന്നില്ല. പിന്നെ നാളെ ഒന്നുകൂടി കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം ഡാൻസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ പാൻറ്റൊന്ന് കയറിപ്പോയി. വീട്ടിലെത്തിട്ടായി തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചിക്കൻ എടുക്കാൻ പോയി. കുറെ നേരമായിട്ട് പറഞ്ഞേപ്പിച്ചിട്ട് അങ്ങനെ ചിക്കൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അതുകൊണ്ട് കടയിലേക്ക് പോയി പറ്റൊക്കെ തീർത്തു. ബാക്കി നോമ്പറക്കുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നേരെ ചെയ്ത് കുഞ്ഞിനെ വിളിക്കാൻ പോയി. അമ്മായും പിള്ളേരൊക്കെ ഉച്ചയായപ്പോഴത്തേനും വീട്ടിലെത്തിയായിരുന്നു. നമ്മുടെ രാജാവിനെ പിന്നെ അനിയച്ചു കൊണ്ടുവരണമല്ലോ. അങ്ങനെ നോമ്പറക്ക സമയം നോമ്പൊക്കെ തുറന്നു. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ.